വിശദമായ പ്രാദേശിക വാർത്തകൾ നോക്കാം. കോഴിക്കോട് കാരശ്ശേരി പഞ്ചായത്തിലെ കറുത്തപറമ്പ് മൂലിക്കാവിലെ ക്വാറിക്കെതിരെ പരാതി. ഇതുവരെ നികുതി സ്വീകരിക്കാത്ത ഭൂമിയിലാണ് ക്വാറിയുടെ പ്രവർത്തനം എന്നാണ് ആരോപണം. നിയമവിരുദ്ധ പ്രവർത്തനത്തിനായി ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നെന്നും പരാതിക്കാർ ആരോപിക്കുന്നു. കാരശ്ശേരി കക്കാട് വില്ലേജിൽപ്പെട്ട മൂലിക്കാവിൽ ക്വാറി പ്രവർത്തിക്കുന്ന സ്ഥലത്തെ സംബന്ധിച്ചാണ് പരാതി ഉയർന്നിരിക്കുന്നത്. കക്കാട് വില്ലേജിലെ റീസർവേ 67ൽപ്പെട്ട ഭൂമി സ്വകാര്യ വ്യക്തി കൈയടക്കിയെന്നും ഈ 3 ഏക്കർ സ്ഥലം മിച്ചഭൂമിയാണെന്നും പരാതിയിൽ പറയുന്നു. അതിൽ 60 സെന്റ് സ്ഥലത്തിന് മാത്രമേ രേഖയുള്ളൂ. ബാക്കി 2.5 ഏക്കറിന് ആധാരമുണ്ടാക്കിയതാണെന്നും പരാതിക്കാരൻ പറയുന്നു. 40 സെന്റിനെ നികുതി പിടിക്കണുള്ളൂ. ബാക്കിയുള്ളൊക്കെ വ്യാജ ആധാരം നിർമ്മിച്ചിട്ടും കൂറി മാഫിയകൾ കൊണ്ട് പൈസ ഉണ്ടാക്കിക്കൊണ്ട് നടന്നുകൊണ്ട് കൊടുക്കാൻ ഉദ്ദേശമായൊക്കെ പൈസ കൊടുത്തിട്ട് പിന്നെ ഈ കാരക്കുറ്റിയിൽ അബ്ദുൽ ബഷീർ എന്ന ആളും 3 ഏക്കർ കൈവശം വെച്ചിട്ട് 40 സെന്റിനെ കക്കാട് വില്ലേജിൽ നികുതി എടുക്കുന്നുള്ളൂ. പിന്നെ 2 ഏക്കർക്ക് ഈ കാരക്കുറ്റി ബഷീറിൻ്റെ കാരുൽ മുഹമ്മദ് എന്ന് പറയും, ആലിക്കുട്ടിൻ്റെ മകൻ, അയാൾ 2.5 ഏക്കർക്ക് വ്യാജ ആധാരം ഉണ്ടാക്കി അതിൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റും ഉണ്ട്, അതിന് നികുതി പിടിച്ചിട്ടില്ല. അത് വ്യാജ ആധാരം ഉണ്ടാക്കിക്കൊണ്ട ഉദ്യോഗസ്ഥരെയും ഈ മുഹമ്മദിനെയും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. മൂലിക്കാവിൽ പ്രവർത്തിക്കുന്ന കരിങ്കൽ ക്വാറി ഇപ്പോൾ പ്രവർത്തിക്കുന്നത് നികുതി അടയ്ക്കാത്ത സ്ഥലത്താണെന്നും ഇതിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും പരാതിക്കാരൻ ഷരീഫ് പറഞ്ഞു. ഇപ്പോൾ ക്വാറി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കല്ല് പൊട്ടിക്കുന്ന സ്ഥലം വ്യാജ ആധാരം ഉണ്ടാക്കിയ സ്ഥലത്താണ്, അതിന് നികുതി പിടിക്കാത്ത സ്ഥലത്താണ്. വിവരാവകാശത്തിൽ ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് നിയമം കൊണ്ട് മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം. സ്വകാര്യ വ്യക്തിക്ക് കയ്യേറ്റം നടത്തുവാനും നികുതി വെട്ടിപ്പ് നടത്തുവാനും അനുമതി നൽകിയതിൽ അന്വേഷണം വേണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 കാരശ്ശേരി. പാലക്കാട് തൃത്താലയിലെ പരുതൂർ പഞ്ചായത്ത് ഓഫീസിൽ മതിയായ ഉദ്യോഗസ്ഥരില്ലാത്തത് മൂലം ഓഫീസ് അടച്ചുപൂട്ടേണ്ട അവസ്ഥയിലാണെന്ന് ഭരണസമിതി. ഉദ്യോഗസ്ഥരില്ലാത്തതിനാൽ പ്രധാന പദ്ധതികൾ പോലും വരെ 1 മാസത്തിലധികമായ അവതാളത്തിലാണ്. മന്ത്രി MP രാജേഷിന്റെ മന്ത്രത്തിലാണ് ഈ അവസ്ഥ. 7 ക്ലർക്കുമാർ വേണ്ട പരുതൂർ പഞ്ചായത്ത് ഓഫീസിൽ ആകെയുള്ളത് 2 പേർ മാത്രം. നടപ്പു വർഷത്തെ പദ്ധതി രൂപീകരണം, വിവിധ നികുതി പിരിവുകൾ, ലൈഫ് ഭവന പദ്ധതിയുടെ പെർമിറ്റ് എടുക്കൽ, നിരവധി ബില്ലുകൾ തീർപ്പാക്കൽ തുടങ്ങി പഞ്ചായത്ത് ഓഫീസിന്റെ പ്രധാന പദ്ധതികളെല്ലാം മുടങ്ങിയിട്ട് 1 മാസത്തിലധികമായി. ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ സ്ഥലം മാറിപ്പോയതോടെ പകരക്കാരെ നിയമിക്കുന്നതിൽ വന്ന കാലതാമസമാണ് പഞ്ചായത്ത് ഓഫീസിനെ സ്തംഭനാവസ്ഥയിലാക്കിയത്. വകുപ്പ് മന്ത്രിക്കും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്ന് പരുതൂർ പഞ്ചായത്ത് പ്രസിഡന്റ് APM സക്കരിയ കുറ്റപ്പെടുത്തി. 3 UD ക്ലർക്കാണ് പരുതൂർ പഞ്ചായത്തിൽ വേണ്ടിയിരുന്നത്. പക്ഷെ അതിന് 1 UD ക്ലർക്കാണ് നിലവിൽ ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ 4 LD ക്ലർക്കാണ് നമുക്ക് പരുതൂർ പഞ്ചായത്തിൽ വേണ്ടിയിരുന്നത്. അതിന് 1 LD ക്ലർക്കാണ് ഉള്ളത്. ഈ സന്ദർഭത്തിൽ ഞാൻ ഡയറക്ടറെ പോയി നേരിൽ കണ്ടു. പക്ഷേ ഡയറക്ടറെ കാണാൻ പറ്റിയിട്ടില്ലെങ്കിലും അവിടെ ഫ്രണ്ട് ഓഫീസിൽ അവിടെ അപേക്ഷ കൊടുത്ത് ഈ പരാതി അവിടെ ബോധിപ്പിക്കുകയാണ് ചെയ്തത്. പക്ഷെ അതിന് മറുപടി നാളിതുവരെയായിട്ടും ഇതിന് ലഭിച്ചിട്ടില്ല. പാലക്കാട് പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർക്ക് മുൻപാകെ ഭരണസമിതി നേരിട്ടെത്തി വിഷയം ധരിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ 15 ദിവസത്തിനകം ഉദ്യോഗസ്ഥരെ നിയമിക്കാമെന്ന് ഉറപ്പ് ലഭിച്ചിട്ടുണ്ടെന്നും APM സക്കരിയ പറഞ്ഞു. നിലവിൽ 2 സെക്രട്ടറിമാർ വന്നിരുന്നു. ആ സെക്രട്ടറിമാർ മുഖാന്തരം ജനങ്ങൾ വലിയ രീതിയിലുള്ള പ്രശ്നത്തിനെയാണ് അഭിമുഖീകരിക്കേണ്ടി വന്നത്. പക്ഷെ പുതിയ നല്ലൊരു സെക്രട്ടറി വന്നു നോക്കുമ്പോൾ ഇപ്പോൾ സ്റ്റാഫുകളില്ലാത്ത ഒരു സാഹചര്യമാണ് പരുതൂർ പഞ്ചായത്തിലുള്ളത് എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി. അപ്പോൾ അദ്ദേഹം ഒരു 15 ദിവസത്തിനകം അടിയന്തരമായി നടപടി ഉണ്ടാകും എന്ന് നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇന്നലെ തന്നെ നമ്മുടെ സമരത്തിന്റെ ഭാഗമായി ഒരു LD ക്ലർക്ക് ഇവിടെ വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഉദ്യോഗസ്ഥരെ നിയമിക്കാത്ത പക്ഷം ഓഫീസ് അടച്ചിടാനും പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കാനുമാണ് ഭരണസമിതിയുടെ തീരുമാനം. ന്യൂസ് 18 പട്ടാമ്പി. ബില്ലടയ്ക്കാത്തതിനാൽ വീട്ടിലെ വൈദ്യുതി വിച്ഛേദിച്ചതിന്റെ സങ്കടവുമായി കളക്ടർക്ക് കത്തെഴുതിയ അർജുൻ കൃഷ്ണയാണ് ഇപ്പോൾ മാവേലിക്കരയിലെ താരം. കറണ്ടും ടിവിയും ഒപ്പം കളക്ടറുടെ കൂട്ടും കിട്ടിയ സന്തോഷത്തിലാണ് അർജുൻ. വീട്ടിലെ വൈദ്യുതി ബിൽ അടയ്ക്കാത്തതിനെ തുടർന്ന് മാസങ്ങൾക്ക് മുൻപാണ് കണക്ഷൻ വിച്ഛേദിച്ചത്. ഇതോടെയാണ് മാവേലിക്കര അറുന്നൂറ്റിമംഗലം സ്വദേശി അർജുൻ കൃഷ്ണയെന്ന 3ാം ക്ലാസ്സുകാരൻ തന്റെ സങ്കടം ജില്ലാ കളക്ടറെ അറിയിച്ചത്. വീട്ടിലിരുന്ന് പഠിക്കാൻ പോലും സാധിക്കുന്നില്ല. മാസങ്ങളായി വീട്ടിൽ വൈദ്യുതി ഇല്ലാത്തതിനാൽ മെഴുകുതിരി വെട്ടത്തിലാണ് അർജുനും കുടുംബവും കഴിയുന്നത്. ഇങ്ങനെ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ വിവരിച്ച് അർജുൻ കളക്ടർക്ക് കത്തെഴുതി. അത് വായിച്ച ഉടനെ എനിക്ക് മനസ്സിലായി. ഞാൻ പെട്ടെന്ന് വില്ലേജ് ഓഫീസിനോട് സംസാരിച്ചു. വില്ലേജ് ഓഫീസറും ഇവിടെ വന്നിട്ട് പരിശോധിച്ചതിന് ശേഷം ഇവിടെ കറണ്ട് ഇല്ലാന്ന ഒരു ഇഷ്യൂ സ്കൂളിൽ നിന്നും അന്വേഷിച്ചു. അതിനാൽ പെട്ടെന്ന് ഒരു സ്പോൺസറിനെ കണ്ടുപിടിച്ചിട്ടു വീടിക്ക് കറണ്ടിക്ക് വേണ്ടിയുള്ള ബില്ലെല്ലാം അടച്ചിട്ട് കറണ്ട് റീ കണക്ഷൻ നൽകിയിട്ടുണ്ട്.
എൻ്റെ വീട്ടിൽ കോവിഡിന് മുൻപ് മുതലുള്ള കറണ്ട് ബില്ല് ബാലൻസ് ഉണ്ടായിരുന്നു. കുറേശ്ശെ അടച്ചടച്ച് വീണ്ടും കുറേ ബാലൻസ് കിടന്നു. ഇതിൽ KSEB വന്ന് കട്ട് ചെയ്തു. പിന്നെ ഞാനും എൻ്റെ കൊച്ചുമകനും കൂടി കളക്ടർ സാറിന് കത്തെഴുതി. ഇന്നുപോലെ കറണ്ട് ഇല്ല, TV ഇല്ല എന്ന് പറഞ്ഞ് കളക്ടർ സാറ് ഇന്നലെ KSEB വിളിച്ചു പറഞ്ഞു. ഇന്നലെ തന്നെ കറണ്ട് കണക്ഷൻ കിട്ടി. കത്ത് ലഭിച്ച കളക്ടർ VR കൃഷ്ണ ഉടൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുകയും KSEBയിലേക്ക് അടയ്ക്കാനുണ്ടായിരുന്ന പണമടച്ച് വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിച്ചു നൽകുകയുമായിരുന്നു. വ്യാഴാഴ്ചയാണ് മാവേലിക്കരയിലെ അർജുൻ കൃഷ്ണയുടെ വീട് കളക്ടർ സന്ദർശിച്ചത്. വീട്ടിൽ 8 വർഷമായി TV ഇല്ലെന്നും കത്തിൽ എഴുതിയിരുന്നു. അർജുൻ കൃഷ്ണയ്ക്ക് സമ്മാനമായി TVയും കളക്ടർ നൽകി. നിർധന കുടുംബാംഗമായ അർജുന് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാമെന്നും പുതിയ യൂണിഫോം വാങ്ങി നൽകാമെന്നും കളക്ടർ ഉറപ്പു നൽകി. ന്യൂസ് 18 മാവേലിക്കര. 5ാം പനി സ്ഥിരീകരിച്ച കോഴിക്കോട് നാദാപുരത്ത് വിവിധയിടങ്ങളിൽ വാക്സിൻ ക്യാമ്പുകൾ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്തിലെ 4-7 വാർഡുകളിലായി 2 കുട്ടികൾക്ക് കൂടി 5ാം പനി സ്ഥിരീകരിച്ചു. ഇതോടെ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 18ആയി. ലക്ഷണങ്ങളുണ്ടെങ്കിൽ പനിയുള്ള വിദ്യാർത്ഥികളെ ഒരാഴ്ചത്തേക്ക് സ്കൂളുകളിലേക്കും അങ്കണവാടികളിലേക്കും അയക്കരുതെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. കാസർഗോഡ് ടാറ്റ കോവിഡ് ആശുപത്രി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയാക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. താൽക്കാലിക കെട്ടിടത്തിന് പകരം സ്ഥിരം കെട്ടിടം നിർമ്മിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ആശുപത്രി അടച്ചുപൂട്ടാൻ നീക്കം നടക്കുന്നത് സംബന്ധിച്ച ന്യൂസ് 18 നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. കാസർഗോഡ് ടാറ്റ കോവിഡ് ആശുപത്രി സ്പെഷ്യാലിറ്റി ആശുപത്രിയാക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. മാറ്റം സംബന്ധിച്ച് ടാറ്റയുമായി ആലോചിക്കും. സ്ഥിരം കെട്ടിടം ഒരുക്കാനാണ് സർക്കാർ തീരുമാനം. നിലവിലെ കെട്ടിടം സാങ്കേതിക വിദഗ്ധർ പരിശോധിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഈ നിലനിൽക്കുന്ന സ്ട്രക്ചർ നമുക്ക് ഏത് രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും, അത് എത്ര നാൾ ഉപയോഗിക്കാൻ പറ്റും, എത്ര ലൈഫ് അതിനുണ്ടാകും. അതോടൊപ്പം ഈ കെട്ടിടം പുതുതായിട്ട് ഇവിടെ അപ്പോൾ നമുക്കൊരു ടെക്നിക്കൽ ഒരു സാങ്കേതികമായിട്ടുള്ളൊരു റിപ്പോർട്ട് നിർദ്ദേശവും നിശ്ചയമായിട്ടൊരു അഡ്വൈസ് അതിൽ ഉണ്ടാകുന്നത് തന്നെയാണ് നല്ലത്. നമ്മളൊരു ഡിസിഷൻ എടുത്ത് ഗവൺമെൻറ് മുന്നോട്ട് പോകുമ്പോൾ അതിനെ സഹായിക്കുക ഒരു സാങ്കേതികമായിട്ടുള്ള ഉപദേശം തന്നെയായിരിക്കും. അങ്ങനെ ഒരു ടെക്നിക്കൽ കമ്മിറ്റി അഡ്വൈസ് നിശ്ചയമായിട്ടും ടാറ്റയുടെ കൂടി ആശയവിനിമയം നടത്തിയിട്ടായിരിക്കും. കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് നിർമ്മാണം പൂർത്തീകരിച്ച് രോഗികളെ കിടത്തി ചികിത്സിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനാണ് പ്രധാന പരിഗണനയെന്നും മന്ത്രി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആശുപത്രി ബ്ലോക്ക് ഫംഗ്ഷനിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിലുണ്ടായ സാങ്കേതികമായിട്ടുള്ള തടസ്സം പരിഹരിച്ചുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ കോൺട്രാക്ടർക്ക് ഒരു ബില്ലിലൊരു പെൻഡിങ് ഉണ്ടായിരുന്നു. അതിൽ 11 കോടി രൂപ ആണ് പെൻഡിങ് ഉണ്ടായിരുന്നത്. അതിൽ 3.5 കോടിയോളം രൂപ ധനവകുപ്പ് നൽകിയിട്ടുണ്ട്. ഒരു 6 ഇപ്പോൾ കോൺട്രാക്ടർ എന്ന് പണി തുടങ്ങുന്നു 6 മാസത്തിനുള്ളിൽ ആശുപത്രി കെട്ടിടം ഫംഗ്ഷനിലാക്കാൻ കഴിയും എന്നുള്ളതാണ് ടെക്നിക്കൽ കമ്മിറ്റി നൽകിയിരിക്കുന്ന റിപ്പോർട്ട്. എൻഡോസൾഫാൻ ബാധിതയുള്ള 11 പഞ്ചായത്തുകളിൽ ന്യൂറോ ക്ലിനിക്കുകൾ ആരംഭിക്കാനും തീരുമാനമായി. പഞ്ചായത്തിലെ ആരോഗ്യ കേന്ദ്രങ്ങൾ വഴിയായിരിക്കും സേവനം നൽകുക. ന്യൂസ് 18 കാസർഗോഡ്. കോതമംഗലം ആയപ്പാറത്തോട് സംരക്ഷണ പദ്ധതിയുടെ ആസ്തി സമർപ്പണം നടന്നു. ആയപ്പാറ അങ്കണവാടിയിലായിരുന്നു പരിപാടി. ആന്റണി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. പിണ്ടിമന പഞ്ചായത്ത് പ്രസിഡന്റ് ജെസ്സി സാജു അധ്യക്ഷത വഹിച്ചു. ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസർ മഞ്ജു S പദ്ധതി വിശദീകരിച്ചു. കോഴിക്കോട് മുക്കം ഫെസ്റ്റിന്റെ പ്രചരണാർത്ഥം കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര മേഖലയിലെ സാംസ്കാരിക വ്യാപാര മഹോത്സവമാണ് മുക്കം ഫെസ്റ്റ്. ഈ മാസം 19 മുതൽ ഫെബ്രുവരി 5 വരെയാണ് മുക്കം ഫെസ്റ്റ്. ഇതിന്റെ പ്രചരണാർത്ഥം വിവിധ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന കൂട്ടയോട്ടത്തിൽ JCI മുക്കം മൈത്രി, വ്യാപാര വ്യവസായ ഏകോപന സമിതി, വ്യാപാര വ്യവസായ സമിതി, എന്റെ മുക്കം സന്നദ്ധ സേന, വലിയ പറമ്പ് സന്നദ്ധ സേന, DYFI പ്രവർത്തകർ, വിവിധ സ്കൂൾ കോളേജുകളിലെ NSS യൂണിറ്റുകൾ, ജനപ്രതിനിധികൾ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. മുക്കം ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച കൂട്ടയോട്ടം മുക്കം ഫെസ്റ്റ് നടക്കുന്ന അഗസ്ത്യമൊഴി ഗ്രൗണ്ടിൽ സമാപിച്ചു. സമാപന ചടങ്ങ് മുക്കം ഫെസ്റ്റ് സംഘാടക സമിതി ചെയർമാനും തിരുവമ്പാടി MLAയുമായ ലിൻഡോ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. തിരുവമ്പാടി സ്വദേശി അസ്ല കല്ലും മണ്ണും ഇലകളും ഉപയോഗിച്ച് വരച്ചുകൊണ്ടുവന്ന ഫെസ്റ്റിവലിന്റെ ലോഗോ ചടങ്ങിൽ പ്രകാശനം ചെയ്തു. മുൻ ഇന്ത്യൻ താരം U ഷറഫലി ചടങ്ങിൽ മുഖ്യാതിഥിയായി. ന്യൂസ് 18 മുക്കം. എറണാകുളം കോതമംഗലം കുട്ടമ്പുഴ പഞ്ചായത്തിലെ വെള്ളാരംകുത്തിൽ സബ് സെന്ററിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി. ആന്റണി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. 19 ലക്ഷം രൂപ ചെലവഴിച്ചാണ് സബ് സെന്റർ നിർമ്മിക്കുന്നത്. ആവശ്യമായ 15 സെന്റ് സ്ഥലം വനം വകുപ്പാണ് ലഭ്യമാക്കിയത്. വെള്ളാരംകുത്തിൽ സബ് സെന്റർ വേണമെന്ന ദീർഘനാളായുള്ള പ്രദേശവാസികളുടെ ആവശ്യമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നത്. കാർഷിക കേരളം.
പച്ചക്കറി കൃഷിയിൽ തുടർച്ചയായി വിജയം കൊയ്ത തൊഴിലുറപ്പ് തൊഴിലാളികൾ. പാലക്കാട് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രതീക്ഷ ലേബർ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിയ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് ഉത്സവമാണ് സംഘടിപ്പിച്ചത്. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ വാടനാംകുറിശി മേഞ്ചിത്തറയിലാണ് പ്രതീക്ഷ ലേബർ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ പച്ചക്കറി കൃഷി ഇറക്കിയത്. സ്വകാര്യ വ്യക്തിയുടെ ഒരേക്കറിൽ നടത്തിയ കൃഷിയിൽ മികച്ച വിളവാണ് ലഭിച്ചത്. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി.പി. രജീഷ് വിളവെടുപ്പുത്സവം ഉദ്ഘാടനം ചെയ്തു. 22 വാർഡിൽ ഏകദേശം 44ഓളം ലേബർ ഗ്രൂപ്പുകളാണ് ഇപ്പോൾ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നത്. അതിൽ മുഴുവൻ പച്ചക്കറിയും മറ്റു സാധനങ്ങളും നല്ല രീതിയിലുള്ള കൃഷി നടത്തുന്നുണ്ട്. ഇപ്പോൾ ഇത് 8ാമത്തെ ഉദ്ഘാടനമാണ്. 8ാമത്തെ ആണ് ഈ ലേബർ ഗ്രൂപ്പിൻ്റെ പച്ചക്കറി വിളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഇതുപോലെ നിരവധി സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ 10 മുതൽ 15 വരെ തൊഴിലാളികൾ ഉൾപ്പെട്ടുകൊണ്ട് ഏകദേശം 44ഓളം ലേബർ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി അതിൽ ഇതുപോലെ പച്ചക്കറി സ്വയം പര്യാപ്തമാവുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഇതിൽ കൂടെ കാണുന്നുണ്ട്. അതോടൊപ്പം തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് 100 തൊഴിൽ ദിനങ്ങൾ എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് കൂടിയാണ്, ഒരു കാഴ്ചപ്പാടിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഈ ഒരു പ്രവർത്തനം നടത്തുന്നത്. പ്രതീക്ഷ ലേബർ ഗ്രൂപ്പിലെ 14 പേർ ചേർന്നാണ് ഒരേക്കർ സ്ഥലത്ത് പച്ചക്കറി കൃഷി നടത്തിയത്. ചീര, പയർ, വെണ്ട ഇനങ്ങളാണ് വിളവെടുത്തത്. തരിശുരഹിത പഞ്ചായത്ത്, വിഷരഹിത പച്ചക്കറി ഉൽപാദനം, 100 തൊഴിൽ ദിനങ്ങൾ എന്ന ലക്ഷ്യത്തിൽ പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ പച്ചക്കറി കൃഷി നടക്കുന്നുണ്ട്. ന്യൂസ് 18 പട്ടാമ്പി. ഇനി അറിയിപ്പുകൾ നോക്കാം. കേരള കടാശ്വാസ കമ്മീഷൻ മുഖേന കാർഷിക വായ്പകൾക്ക് നൽകുന്ന ആനുകൂല്യത്തിനായി കർഷകർക്ക് ജൂൺ 30 വരെ അപേക്ഷിക്കാം. നിലവിൽ 2 ലക്ഷം രൂപയാണ് കടാശ്വാസമായി അനുവദിക്കുന്നത്. കേരള കാർഷിക സർവകലാശാലയുടെ ഇൻസ്ട്രക്ഷണൽ ഫാം വെള്ളാനിക്കരയിൽ ഏകദേശം 1400 തെങ്ങുകളിൽ നിന്ന് 1 വർഷ കാലയളവിൽ കരിക്കും നാളികേരവും വിളവെടുക്കാൻ അവകാശത്തിനായി പരിശീലനം നടത്തുന്നു. ഈ മാസം 23-നാണ് ലേലം. കൂടുതൽ വിവരങ്ങൾക്ക് നേരിട്ടോ 0487 2961 457 എന്ന നമ്പറിലോ ബന്ധപ്പെടാം. വെറ്റിനറി സർവകലാശാലയുടെ വിവിധ കോളേജുകളിലായി ബിടെക് ഡയറി ടെക്നോളജി, ഫുഡ് ടെക്നോളജി കോഴ്സുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്കായി സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. ഈ മാസം 17-നാണ് അഡ്മിഷൻ. താൽപ്പര്യമുള്ളവർ വയനാട് പൂക്കോട് സർവകലാശാല ഹെഡ്ക്വാർട്ടേഴ്സിലെ ഡയറക്ടർ ഓഫ് അക്കാദമിക്സ് ആൻഡ് റിസർച്ച് സെന്ററിൽ 17-ന് രാവിലെ 11 മണിക്ക് ഹാജരാകും. കാലാവസ്ഥാ വ്യതിയാനവും കീടബാധയും ഇടുക്കി ഹൈറേഞ്ചിലെ പാവൽ കർഷകർക്ക് തിരിച്ചടിയാകുന്നു. പഴം, പച്ചക്കറി കാർഷിക രംഗത്ത് ഹൈറേഞ്ചിൽ ഏറ്റവും അധികം കർഷകർ ആശ്രയിക്കുന്ന പ്രധാന ഇനങ്ങളിലൊന്നാണ് പാവൽ കൃഷി. രാസവളങ്ങളുടെ വിലവർധനവും ഉൽപ്പന്നത്തിന്റെ വിലത്തകർച്ചയും കടക്കണിയിലേക്ക് നയിക്കുന്നു എന്നാണ് പാവൽ കർഷകർ പറയുന്നത്. പച്ചക്കറി കൃഷിയിൽ ഇടുക്കിയിലെ കർഷകർ ഏറ്റവും അധികം ആശ്രയിക്കുന്നത് പാവലിനെയാണ്. പരിമിതമായ ഭൂമിയുള്ളവർ മുതൽ വലിയ തോതിൽ സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്നവർ വരെ പാവൽ കൃഷി ഉപജീവനമാക്കിയിട്ടുണ്ട്. എന്നാൽ അടുത്തിടെയുണ്ടായ ചില വിലത്തകർച്ചയും കീടബാധ മൂലമുള്ള കൃഷിനാശവും പാവൽ കൃഷിയുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചു. ഈ കൃഷി വിലത്തകർച്ചയും അതുപോലെ കീടശല്യമൊക്കെ കാരണം പ്രതിസന്ധിയിലാണ്. ഉള്ള ഉൽപ്പാദനം ഇത് കൊണ്ടുപോകാൻ ആളില്ല. സാധനങ്ങൾ മാർക്കറ്റിൽ മിച്ചമാണ്. അത് കാരണം നിസ്സാര വിലയ്ക്ക് കഴിഞ്ഞ ആഴ്ചയൊക്കെ 15 രൂപയ്ക്ക് മാർക്കറ്റിൽ നിന്ന് പായ്ക്ക കൊടുത്തെന്നാണ് പറയുന്നത് കേട്ടത്. അത് കാരണം ഞങ്ങൾക്ക് സർക്കാരിൽ നിന്ന് അനുവദിച്ച സഹായം പോലും കിട്ടുന്നില്ല. മുൻകാലങ്ങളിൽ ജില്ലയിൽ എല്ലാ മേഖലയിലും പാവൽ കൃഷി ഉണ്ടായിരുന്നെങ്കിലും കോവിഡ് രൂക്ഷമായ സമയത്ത് കർഷകർ ഈ രംഗത്തു നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു. എന്നാൽ പ്രതിസന്ധികൾ വിട്ടൊഴിഞ്ഞതോടെ കർഷകർ പഴം, പച്ചക്കറി കൃഷി രംഗത്തേക്ക് വീണ്ടും കൂടുതൽ ശ്രദ്ധ നൽകി. ഡിസംബർ ആദ്യവാരം മുതൽ ഹൈറേഞ്ചിൽ ഇടവിട്ട് മഴ പെയ്തതുമൂലം പലയിടത്തും പാവൽ ചെടികൾക്ക് കേടുബാധിച്ചു. 45 രൂപ വിലയുണ്ടായിരുന്ന 1 കിലോ പാവയ്ക്ക ഇപ്പോൾ 15 രൂപയിലേക്ക് താഴ്ന്നതും കർഷകരെ മുതൽ മുടക്ക് പോലും ലഭിക്കാത്ത സ്ഥിതിയിലേക്ക് എത്തിച്ചു. വളരെ പ്രതീക്ഷയോടുകൂടി 6 മാസക്കാലമാണ് പാവലിൻ്റെ വിളവെടുപ്പ് കാര്യങ്ങൾ. സംഘത്തിൽ നിന്ന് ലോണെടുത്തും കാര്യങ്ങളും ഒക്കെ നടത്തിയാണ് കൃഷി ഇറക്കിയത്. വളരെ തുടക്കത്തിലൊക്കെ 45 രൂപ 50 രൂപ വിലയ്ക്ക് മാർക്കറ്റിൽ പോയ പാവയ്ക്കയ്ക്ക് ഉൽപ്പാദനമായി കഴിഞ്ഞപ്പോഴത്തേനും അത് 15 രൂപ 17 രൂപ തോതിലാണ് പോകുന്നത്. കർഷകരെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടു നിൽക്കുന്നൊരു സാഹചര്യമാണ്. കാലാവസ്ഥാ വ്യതിയാനവും വിലത്തകർച്ചയും മൂലം കൃഷി നഷ്ടത്തിലാവുന്ന കർഷകർക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ സർക്കാരിന്റെ സഹായം വേണം. എന്നാൽ കൃഷിവകുപ്പും VFPCK പോലെയുള്ള മറ്റ് ഏജൻസികളും ഇക്കാര്യത്തിൽ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് കർഷകരുടെ പരാതി. ന്യൂസ് 18 ഇടുക്കി.
കുട്ടിക്കൃഷിക്കൂട്ടം ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ ഉദ്ഘാടനം തിരുവനന്തപുരം തൈക്കാട് ഗവൺമെന്റ് മോഡൽ HSS LPSൽ നടന്നു. മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. വീട്ടിലും സ്കൂളിലും വിഷരഹിത ഭക്ഷണം ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. വീട്ടിലും സ്കൂളിലും വിഷരഹിത ആഹാരത്തിനുള്ള കൃഷിരീതികൾ ശീലമാക്കുന്നതിനും അവ പ്രചരിപ്പിക്കുന്നതിനും വിദ്യാർത്ഥികൾ വഹിക്കേണ്ട പങ്കിനെക്കുറിച്ച് മന്ത്രി ഓർമ്മിപ്പിച്ചു. വാർഡ് മെമ്പർ ജി മാധവദാസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സ്കൂൾ ഹെഡ്മാസ്റ്റർ M ഷാജി സ്വാഗതം ആശംസിച്ചു. എറണാകുളം വാരപ്പെട്ടി CHCയിൽ ദേശീയ വിരവിമുക്ത പരിപാടിയും പരിശീലന ക്ലാസും സംഘടിപ്പിച്ചു. പഞ്ചായത്തിലെ ആശാ വർക്കർമാർ, സ്കൂൾ അധ്യാപകർ, അംഗൻവാടി ടീച്ചർമാർ എന്നിവർക്കായിട്ടാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. എറണാകുളം വാരപ്പെട്ടി NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ വജ്ര ജൂബിലി ആഘോഷവും യാത്രയയപ്പ് സമ്മേളനവും നടന്നു. കോതമംഗലം താലൂക്ക് NSS യൂണിയൻ പ്രസിഡന്റ് KP നരേന്ദ്രൻ നായർ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ PTA പ്രസിഡന്റ് ഡോക്ടർ G രാജശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു. എൻഡോവ്മെന്റ് വിതരണവും വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ നിർവഹിച്ചു. കുട്ടികൾക്കുള്ള അവാർഡ് ദാനം NSS താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് PK രാജേന്ദ്രൻ നായർ നിർവഹിച്ചു. കാസർഗോഡ് പീലിക്കോട് പഞ്ചായത്തിലെ മാണിയാട്ട് തോടിനു കുറുകെ നിർമ്മാണം ആരംഭിച്ച റബ്ബർ ചെക്ക് ഡാമിന്റെ പ്രവൃത്തി 3 വർഷമായിട്ടും പൂർത്തിയായില്ല. മൈനർ ഇറിഗേഷൻ വകുപ്പാണ് 26 ലക്ഷം രൂപ ചെലവിൽ റബ്ബർ ചെക്ക് ഡാം നിർമ്മിക്കുന്നത്. കാലിക്കടവ് മാണിയാട്ട് തോടിന് ഇരുകരകളിലുമായി 100 കണക്കിന് കർഷകർക്ക് പ്രയോജനകരമാകുന്ന വിധത്തിലാണ് പദ്ധതി വിഭാവനം ചെയ്തത്. വേനൽക്കാലത്തെ ജലനഷ്ടം തടഞ്ഞ് വയലുകളിലേക്ക് വെള്ളമെത്തിക്കാൻ പ്രയോജനപ്പെടുത്തുന്നതാണ് പദ്ധതി. 2020 മാർച്ചിൽ ആരംഭിച്ച് സെപ്റ്റംബർ മാസത്തോടെ നിർമ്മാണം പൂർത്തിയാക്കുമെന്ന ഉറപ്പോടെയാണ് പ്രവൃത്തി ആരംഭിച്ചത്. എന്നാൽ ഇതുവരെ തോടിന്റെ ഇരുകരകളിലും കോൺക്രീറ്റ് ഭിത്തി നിർമ്മാണം മാത്രമാണ് പൂർത്തിയായത്. വലിയ കനം കൂടിയ റബ്ബർ ട്യൂബ് സ്ഥാപിച്ച് അകത്ത് വെള്ളം നിറച്ചാണ് തോട്ടിൽ വെള്ളം തടഞ്ഞു നിർത്തേണ്ടത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ഇപ്പോഴും നാട്ടുകാർക്കിടയിൽ ബാക്കിയാണ്. ട്യൂബിൽ വെള്ളം നിറച്ച് ഇപ്പം അതിന് കറണ്ടും കാര്യങ്ങളും മോട്ടറും മറ്റൊക്കെ വേണം, എന്നാൽ മാത്രമേ ഇതാവുന്നതാണ് ഇപ്പോൾ അവർ പറഞ്ഞത്. അപ്പം അതൊന്നും ഈ പദ്ധതിയിലില്ല. വെള്ളം കയറിയാൽ തന്നെ കണ്ടത്തിൻ്റെ വാർച്ചക്ക് ലേശം കുറവ് കിട്ടുമെന്ന് മാത്രമേ പറയാൻ പറ്റൂ. അല്ലാണ്ട് കണ്ടത്തിലേക്ക് മേലേക്ക് ഇല്ല, കണ്ടത്തിലേക്ക് ആർക്കും ഇതിനെപ്പറ്റി ഗുണം കിട്ടുമെന്ന് തോന്നുന്നില്ല. കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തിയാണ് സംസ്ഥാനത്തെ ആദ്യ റബ്ബർ ചെക്ക് ഡാം പദ്ധതി കാസർഗോഡ് ജില്ലയിൽ അവതരിപ്പിച്ചത്. ഇതിൽ പൂർത്തിയായ ഏക ചെക്ക് ഡാമിന്റെ ചോർച്ച ആരംഭിച്ചതും ഇവിടുത്തെ കർഷകരെ ആശങ്കയിലാക്കുന്നുണ്ട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ മാനേജ്മെന്റിന്റെ സഹകരണത്തോടെ സംസ്ഥാന ജലസേചന വകുപ്പാണ് പദ്ധതി കൊണ്ടുവന്നത്. അടുത്ത മാസത്തോടെ പ്രവൃത്തി പുനരാരംഭിക്കുമെന്നാണ് ഇപ്പോൾ നാട്ടുകാർക്ക് ലഭിച്ചിരിക്കുന്ന ഉറപ്പ്. ന്യൂസ് 18 പീലിക്കോട്. കീഴ്ത്താടിയിൽ ഒടിഞ്ഞു തൂങ്ങിയ ഒട്ടകത്തിനെ ശസ്ത്രക്രിയയിലൂടെ പൂർവ്വസ്ഥിതിയിലാക്കി. കാസർഗോഡ് ബേക്കൽ ബീച്ചാണ് കേരളത്തിൽ അപൂർവമായി നടക്കുന്ന ശസ്ത്രക്രിയയ്ക്ക് വേദിയായത്. സവാരിക്കായി എത്തിച്ച 14 വയസ്സുള്ള ആൺ ഒട്ടകത്തിനാണ് 7 ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള സംഘം ശസ്ത്രക്രിയ നടത്തിയത്. ബേക്കൽ ബീച്ച് ഫെസ്റ്റിവലിനോട് അനുബന്ധിച്ച് 5 ഒട്ടകങ്ങളെ എത്തിച്ചിരുന്നു. ഇതിൽ 2 ആൺ ഒട്ടകങ്ങൾ പരസ്പരം ഏറ്റുമുട്ടുകയും ഒരെണ്ണത്തിൻ്റെ കീഴ്ത്താടിയല് ഒടിഞ്ഞ് തൂങ്ങുകയുമായിരുന്നു. ഒട്ടകത്തിൻ്റെ ഉടമ കർണാടക സ്വദേശി മുസ്തഫ കാഞ്ഞങ്ങാട് മൃഗാശുപത്രിയുമായി ബന്ധപ്പെട്ടാണ് 2 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയ നടത്തിയത്. വെറ്റിനറി സർജനും അസ്ഥിരോഗ വിദഗ്ധനുമായ ഷെറിൻ ബി സാരംഗിൻ്റെ നേതൃത്വത്തിലുള്ള ഡോക്ടർമാരുടെ 5 അംഗ സംഘമാണ് വിജയകരമായി ശസ്ത്രക്രിയ നടത്തിയത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ആണൊട്ടകം വന്നു ഇതിനെ കടിച്ചിട്ട് എൻ്റെ കീഴ്ത്താടിയല് ഒടിഞ്ഞു പോയി. അങ്ങനെ ഒടിഞ്ഞു തൂങ്ങി കിടക്കുകയായിരുന്നത്. അത് ഡോക്ടർ നിരീക്ഷണെ കോൺടാക്ട് ചെയ്തു. അതിനുശേഷം ഞാനും ഡോക്ടർ നിരീക്ഷണ വന്ന് നോക്കിയപ്പോൾ അത് ഫ്രാക്ചറാണ്, മാൻഡിബുലാർ ഫ്രാക്ചറാണ്. അത് കീഴ്ത്താടിയിൽ ഒടിഞ്ഞു തൂങ്ങി കിടക്കുന്ന അവസ്ഥയായിരുന്നു. അങ്ങനെ നമ്മൾ പ്രാഥമിക ചികിത്സകളെല്ലാം ചെയ്ത് അതിനുശേഷം നമ്മൾ അസ്ഥിരോഗ വിദഗ്ധനും വെറ്റിനറി സർജനുമായ ജില്ലാ വെറ്റിനറി കേന്ദ്രത്തിലെ സർജൻ ഡോക്ടർ ഷെറിൻ ബി സാരംഗിനെ കോൺടാക്ട് ചെയ്തു. അപ്പം അദ്ദേഹം വന്ന് സർജറി എല്ലാം ചെയ്തു. ഇന്റർ ഡെന്റൽ വയറിംഗ് എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ശസ്ത്രക്രിയ നടത്തിയത്. പൊട്ടിയ അസ്ഥിക്ക് പകരം സ്റ്റീൽ പ്ലേറ്റ് വെച്ച് അതിനെ പൂർവ്വസ്ഥിതിയിലാക്കുകയാണ് ചെയ്തത്. ന്യൂസ് 18 കാസർഗോഡ്. വിനോദസഞ്ചാരികളെ ആകർഷിക്കും വിധം മായക്കാഴ്ചകൾ ഒരുക്കിയിരുന്ന ഇടമാണ് ഇടുക്കി കോട്ടയം അതിർത്തിയിലെ ഇലവീഴ പൂഞ്ചിറ. സമുദ്രനിരപ്പിൽ നിന്ന് 3200 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു. പക്ഷേ ഇവിടേക്കിപ്പോൾ എത്തണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. റോഡുകളുടെ സ്ഥിതി അതിദയനീയമാണ്. ഇതുമൂലം യാത്ര പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ട ഗതികേടിലാണ് സഞ്ചാരികൾ. വഴിയിൽ യാത്ര അവസാനിപ്പിച്ച് മടങ്ങുന്നതും പതിവാണ്. ഇടുക്കി കോട്ടയം ജില്ലാ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഇലവീഴ പൂഞ്ചിറ ദൂരക്കാഴ്ചകൾക്ക് പുറമെ ട്രക്കിങ്ങിനും പേരുകേട്ട സ്ഥലമാണ്. ഒട്ടേറെ സിനിമകൾക്കും ഇവിടം ലൊക്കേഷനായിട്ടുണ്ട്. എന്നാൽ ഈ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കണമെങ്കിൽ ചില്ലറ സാഹസമൊന്നുമല്ല സഹിക്കേണ്ടത്.
റോഡ് നന്നാക്കാത്തത് മൂലം പ്രദേശത്തെ 350ഓളം കുടുംബങ്ങളും യാത്രാ ദുരിതത്തിലാണ്. ചക്കിക്കാവിൽ നിന്നും പൂഞ്ചിറയിലേക്കുള്ള 3.5 കിലോമീറ്റർ റോഡാണ് പൂർണ്ണമായും ഉപയോഗശൂന്യമായി കിടക്കുന്നത്. ഓഫ് റോഡ് ജീപ്പിനെ മാത്രം ആശ്രയിച്ചുള്ള ഗതാഗതത്തിന് 800 മുതൽ 1000 രൂപ വരെയാണ് നിരക്ക് ഈടാക്കുന്നത്. വഴി പണിയാൻ യാതൊരു നഷ്ടപരിഹാരവും വാങ്ങാതെ ഭൂമി വിട്ടു നൽകിയ നിരവധി ആളുകളാണ് പ്രദേശത്തുള്ളത്. അമിത യാത്രാ ചെലവ് മൂലം തങ്ങളുടെ ജീവിതം വഴിമുട്ടിയതായി ഇവർ പറയുന്നു. അന്ന് ഇടക്കാലം കൊണ്ടൊക്കെ നമുക്കൊരു പുരോഗതി ഉണ്ടാകുമെന്ന് വിചാരിച്ച് നമ്മൾ റോഡിന് വേണ്ടിയിട്ട് ഒരു 10-20-30 സെൻറ്റ് സ്ഥലത്തോളം നമ്മൾ വിട്ടുകൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് യാതൊരു പ്രയോജനവും ഇല്ല. ഒരു 1.5 കിലോമീറ്റർ ഞങ്ങൾ നടന്നെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഒരു ഓട്ടോ വരെ വരുന്ന വഴി എത്താൻ പറ്റുന്നുള്ളൂ. ഒരു സ്കൂൾ കുട്ടികൾക്കാണെങ്കിലും പോകാൻ യാതൊരു നിർവാഹവും ഇല്ല. ഒരു മാസം 900 രൂപ 1000 രൂപ വണ്ടിക്കൂലിയാണ് ഓട്ടോക്കാർ മേടിക്കുന്നത്, ജീപ്പുകാർ മേടിക്കുന്നത്. അതുപോലെ ഒരു റേഷൻ മേടിക്കാൻ ഞങ്ങൾക്ക് കാഞ്ഞാറ് പോകണം. അവിടെ ചെന്ന് കഴിഞ്ഞ് പോകണമെങ്കിൽ ഞങ്ങൾക്ക് 350 രൂപ ഓട്ടോ കൂലി കൊടുക്കണം, എന്നാലേ റേഷൻ മേടിക്കാൻ പറ്റുള്ളൂ. ഇതേ റോഡിന്റെ മറുഭാഗമായ കോട്ടയം മേലുകാവ് മുതൽ പൂഞ്ചിറ വരെയുള്ള റോഡ് ആധുനിക നിലവാരത്തിൽ നിർമ്മിച്ച് ഗതാഗത യോഗ്യമാക്കിയിട്ടുണ്ട്. ഇടുക്കിയുടെ ഭാഗമായിട്ടുള്ള റോഡാണ് ഇപ്പോഴും തകർന്നു കിടക്കുന്നത്. ഇതുവഴി വാഹനം ഓടിക്കുക എന്നത് ഏറെ ശ്രമകരമാണ്. പലപ്പോഴും ഓടിക്കിട്ടുന്ന പണത്തിൽ കൂടുതൽ വാഹനത്തിന്റെ അറ്റകുറ്റപ്പണികൾക്ക് ചെലവാകുമെന്ന് ട്രിപ്പ് വാഹനം ഓടിക്കുന്നവർ പറയുന്നു. ഈ വഴിയിലൂടെ യാത്ര വളരെ ബുദ്ധിമുട്ടാണ്. വണ്ടിക്ക് ഭയങ്കരമായ മെയിൻ്റനൻസ് പണിയാണ് ഈ വഴിക്ക് ഓടുമ്പോൾ. ഇപ്പോൾ വഴി വളരെ 1 കിലോമീറ്റർ വഴിയും കൂടെ ശരിയാക്കിയതിൽ ഒത്തിരി ടൂറിസ്റ്റുകൾ കയറി വരും. ഈ വഴി ഇങ്ങനെ മോശമായി കിടക്കുന്നതിൻ്റെ പേരിൽ ഒരുപാട് ആളുകൾ മടങ്ങിപ്പോവുകയാണ്. ഈ കാറുകൾ നല്ല വില കൂടിയ വണ്ടികളിൽ ഒന്നും കയറ്റിക്കൊണ്ട് പോരാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നമ്മുടെ ഈ വഴിയിലുള്ളത്. എത്രയും വേഗം റോഡ് നിർമ്മാണം പൂർത്തിയാക്കി നാട്ടുകാരുടെ യാത്രാ ദുരിതം അവസാനിപ്പിക്കണമെന്നും പ്രദേശത്തെ ടൂറിസം വികസനം യാഥാർത്ഥ്യമാക്കണമെന്നുമാണ് ജനങ്ങളുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. അധ്യാപക സംഘടനയായ KSTA നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ കൈമാറ്റം നടന്നു. മലപ്പുറം വളാഞ്ചേരി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 2 വിദ്യാർത്ഥിനികളുടെ കുടുംബത്തിനാണ് വീട് നിർമ്മിച്ചു നൽകിയത്. കുട്ടികൾ സുരക്ഷിതവും സന്തോഷകരവുമായ ജീവിതം നയിക്കണമെന്ന ആശയത്തിൽ നിന്നാണ് KSTA കുട്ടിക്കൊരു വീട് പദ്ധതി ആവിഷ്കരിക്കുന്നത്. വിവിധ സാഹചര്യങ്ങളാൽ പ്രയാസമനുഭവിക്കുന്നതും വീടില്ലാത്തതുമായ കുട്ടികൾക്ക് ഉപജില്ലാ തലത്തിൽ സംഘടനാ സംവിധാനം ഉപയോഗപ്പെടുത്തി വീട് നിർമ്മിച്ചു കൊടുക്കുകയാണ് ലക്ഷ്യം. ആദ്യഘട്ടമെന്ന നിലയിൽ സംസ്ഥാനത്തെ വിവിധ ഉപജില്ലകളിലായി 67 കുട്ടികൾക്കുള്ള വീടുകൾ നിർമ്മാണം പൂർത്തീകരിച്ച് ഇതിനകം താക്കോൽ കൈമാറിക്കഴിഞ്ഞു. ഈ പദ്ധതി പ്രകാരം മലപ്പുറത്ത് 9 ഉപജില്ലകളാണ് വീടുകൾ നിർമ്മിച്ചു നൽകുന്നത്. KSTA കുറ്റിപ്പുറം ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വളാഞ്ചേരി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 2 വിദ്യാർത്ഥിനികളുടെ കുടുംബത്തിനാണ് വീട് നൽകിയത്. അച്ഛനും അമ്മയും നഷ്ടമായ കുട്ടികൾ വളാഞ്ചേരി കാശാംകുന്ന് സ്വദേശിനികളാണ്. നിർമ്മാണം പൂർത്തീകരിച്ച വീടിന്റെ താക്കോൽ കൈമാറ്റം നടന്നു. ഒരുപക്ഷെ ലോകത്ത് എവിടെയും കാണാത്ത നിലയിലാണ് ഒരു അധ്യാപക സംഘടന കുട്ടിക്കൊരു വീട് എന്ന ആശയത്തിൻ്റെ ഭാഗമായി അർഹതപ്പെട്ട കുട്ടികൾക്ക് വീട് വെച്ച് നൽകുന്ന പ്രവർത്തനം നടത്തുന്നത്. കേരളത്തിലാകെ 82 വീടുകൾ ഈ വർഷം മാത്രം KSTA ഈ ഒരു പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ചു നൽകി. മലപ്പുറം ജില്ലയിൽ മാത്രം 9 വീടുകൾ ഇതിൻ്റെ ഭാഗമായി നിർമ്മിച്ചു നൽകി. വാക്കുകൾ കൊണ്ട് വിവരിക്കുന്നതിന് അപ്പുറത്തേക്കുള്ളൊരു പ്രവർത്തനമാണിത്. മുനിസിപ്പൽ കൗൺസിലർ EP അച്യുതൻ ചെയർമാനും KSTA ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം PD സന്തോഷ് കൺവീനറുമായ കമ്മിറ്റിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. ന്യൂസ് 18 തിരൂർ. വടകരയിൽ കുടുംബ കോടതിയുടെ പ്രവർത്തനം നിലച്ചിട്ട് 8 മാസമായി. സ്ഥലം മാറിപ്പോയ ജഡ്ജിന് പകരം പുതിയ ജഡ്ജിനെ ഉടൻ നിയമിക്കണമെന്ന ആവശ്യമുയരുന്നു. കോഴിക്കോട്ട് നിന്നുള്ള ജഡ്ജിയാണ് ആഴ്ചയിൽ 1 ദിവസം എത്തുന്നത്. ഭൂരിഭാഗം കേസുകളും പരിഗണിക്കാൻ സ്ഥിരം ജഡ്ജി വേണമെന്നാണ് അഭിഭാഷകരുൾപ്പെടെ പറയുന്നത്. 2300-ൽ പരം കേസുകളാണ് വടകരയിലെ കുടുംബ കോടതിയിൽ വിചാരണ കാത്തു നിൽക്കുന്നത്. ജീവനാംശം നൽകുന്നതിൽ വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടിയെടുക്കാനും കൃത്യമായി കഴിയുന്നില്ല. വിധി വരാത്തതുകൊണ്ട് വേർപിരിഞ്ഞവരുടെ തുടർ ജീവിതവും വൈകുന്നുണ്ട്. കോടതിയിൽ നേരിടുന്ന പ്രയാസം ഹൈക്കോടതി രജിസ്ട്രാറെ അറിയിച്ചിട്ടുണ്ട്. ഒരു കുടുംബത്തിലെ അടിസ്ഥാനപരമായ ഒരു വിഷയമാണ് മിക്കവാറും ഫാമിലി കോടതിയിൽ കൈകാര്യം ചെയ്യേണ്ടത്. അത്തരമൊരു കോടതി കഴിഞ്ഞ 8 മാസമായി സിറ്റിംഗ് ഇല്ലാതെ പോകുമ്പോൾ ഒരുപാട് ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ, ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ ഒരു പ്രശ്നമായി അത് അവശേഷിക്കുകയാണ്. വടകര, കൊയിലാണ്ടി താലൂക്കുകളാണ് വടകരയിലെ കുടുംബ കോടതി പരിധിയിൽ വരുന്നത്. 3 വർഷം മുൻപാണ് വടകരയിൽ കുടുംബ കോടതി തുടങ്ങിയത്. കോഴിക്കോട് വരെ പോയി വരാനുള്ള പ്രയാസം കണക്കിലെടുത്താണ് വടകരയിൽ കോടതി അനുവദിച്ചത്. ന്യൂസ് 18 വടകര. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.